കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തെ തൊടുക. നമ്മുടെ ജീവിത നിലവാരങ്ങൾക്ക് അസാധാരണമായ മാറ്റങ്ങൾ വരത്തക്ക നിലയിൽ സ്വർഗം ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം ആഴമായി വിശ്വസിക്കുക, ആഴമായി ഏറ്റെടുക്കത്തക്ക നിലയിൽ ഹൃദയത്തെ ചായ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 9 അധ്യായം 12 വാക്യം. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവും ആകുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയതലങ്ങളിലേക്ക് വ്യക്തമായി ഇടപെടുന്ന ദൂത്, അതിനകത്തുനിന്നൊരു വാക്ക് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവും ആകുന്നു. ദൈവത്തിന് അനവധി സ്തോത്രത്തിന് കാരണമായി തീരുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, ജീവിതത്തിൻ്റെ മേഖലകളിൽ സ്തുതിയും സ്തോത്രവും കുറഞ്ഞു പോകുന്നൊരു സമയമാണോ? വിഷമത്തിൻ്റെ ആ തലം, വൈഷമ്യമേറിയ ആ ഒരു അനുഭവം, കടന്നു വന്ന വിഷയങ്ങളെ ഓർത്തുള്ള അതിവേദന അകത്ത് വലിയ പ്രയാസം, ഭാരവും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, മടുത്തു പോകേണ്ട, ജീവിതത്തിൽ ഹൃദയം ക്ഷീണിച്ചു പോകേണ്ട, തളർന്നിരിക്കുന്ന ഹൃദയമായി ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് അപ്രകാരം ഭാരപ്പെട്ടും ഒന്നും പറയാനില്ല, ദൈവസന്നിധിയിൽ ഒന്നും പറയാനില്ല, അതുപോലെ കരഞ്ഞതാ, അതുപോലെ കർത്താവിനോട് സംസാരിച്ചതാ, ദൈവത്തോട് അപേക്ഷിച്ചതാ, എന്നാലും ദൈവം തന്നിട്ടില്ല, ആ വിഷയത്തെ കർത്താവ് തൊട്ടിട്ടില്ല. ഇന്നും ദുഃഖം മാത്രം, ഇന്നും വേദന മാത്രം, ഇന്നും വേദനാജനകമായ അനുഭവം മാത്രം ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇപ്രകാരം ഹൃദയം ക്ഷീണിച്ചും തളർന്നും മടുത്തുമായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് വിശ്വസിച്ചോ, ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്തോ, ആ ദൈവത്തിന് അനവധി സ്തോത്രത്തിന് കാരണമായി തീരാൻ പോവാ, അനവധി സ്തോത്രത്തിന് കാരണമായി തീരാൻ പോവാ. ആ നിലയിലുള്ള ദൈവിക വിടുതൽ കുടുംബത്തിൽ നടക്കും. അപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതി തലമുറമേൽ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഷ്ടതയിൽ ദൈവം വാതിൽ തുറക്കുമ്പോൾ, ദൈവം വഴി തുറക്കുമ്പോൾ ദൈവത്തിന് അനവധി സ്തോത്രം, അനവധി സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലേ, അനവധി സ്തോത്രം പറയണമെങ്കിൽ ദൈവം അപ്രകാരം ചെയ്യൂല്ലോ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭുജം ആ വിഷയത്തിന്മേൽ അതുപോലെയല്ലേ ചലിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുക. ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തെ നോക്കി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ദൂതിത അനവധി സ്തോത്രത്തിന് ആ വിഷയം കാരണമായി തീരാൻ പോവാ. രോഗമാകട്ടെ, കടഭാരമാകട്ടെ, ഞെരുക്കമാകട്ടെ, ഏതു വിഷയമാണെങ്കിലും ആ വിഷയത്തെ ചൊല്ലി പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുക്കട്ടെ. അനവധി സ്തോത്രത്തിന് ദൈവത കാരണമാക്കി തീർക്കാൻ പോവാൻ. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്, ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതല്ലേ ചെങ്കടൽ വഴിയായി മാറിയപ്പോഴല്ലേ ആമേ തപ്പെടുത്ത് നൃത്തം ചെയ്യാൻ പ്രേരണ കിട്ടിയത്, സന്തോഷിപ്പാൻ, ആനന്ദിപ്പാൻ ഇടയായി തീർന്നത്. വചനം വ്യക്തമാക്കുന്നതില്ലോ, വഴി തുറക്കപ്പെട്ടപ്പോൾ അതൊരു അത്ഭുതമായല്ലോ, അതൊരു വീര്യപ്രവർത്തിയല്ലേ. അത്
ദൈവത്തിൻ്റെ ശക്തിയാൽ വെളിപ്പെട്ടതല്ലേ. ദൈവത്തിൻ്റെ വൈതലേ, ഇതുപോലെ നന്മകൾ വെളിപ്പെട്ട് അനുഗ്രഹങ്ങൾ കടന്നു വന്ന് ജീവിതത്തിൻ്റെ തുറക്കത്തില്ല എന്ന് നിശ്ചയിച്ച ആ വാതിലുകളും വഴികളും ദൈവം തുറക്കുമ്പോൾ അനവധി സ്തോത്രത്തിന് നൃത്തം ചെയ്യത്തക്ക നിലയിൽ, വിലാപത്തെ മാറ്റി നൃത്തം ചെയ്യത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം ആ വിഷയത്തിലേക്ക് ചാഞ്ഞിറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഇന്ന് ഹൃദയം തുറക്കട്ടെ, ഈ ദൂത് ആഴത്തിൽ ഏറ്റെടുക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഈ വിഷയം, എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നം അനവധി സ്തോത്രത്തിന് കാരണമാകും. എൻ്റെ ദൈവത്തിന് അനവധി സ്തോത്രം പറയുവാൻ കാരണമാകും. അതുപോലെ ദൈവം വിടുതൽ കൽപ്പിക്കും, അതുപോലെ ദൈവം മാനിക്കും, ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ജനത്തെ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ട വിലയേറിയ ശബ്ദം കർത്താവെ, ആ ദൂത് ചലിക്കട്ടെ. ഈ പ്രശ്നം, ഈ വിഷയം അനവധി സ്തോത്രത്തിന് കാരണമാക്കുന്ന മഹത്വം ഇതിലുണ്ടല്ലോ, വിടുതൽ ഇതിനകത്തുണ്ടല്ലോ, ദൈവപ്രവർത്തി ഇതിലുണ്ടല്ലോ. അതിനായി കർത്താവിനെ സ്തുതിക്കുക. ദൈവം പറഞ്ഞ ദൂത് പോലെ ചലിക്കട്ടെ. കർത്താവ് ഇടപെട്ട വചനം ശക്തിയോടെ ചലിക്കട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.